ഇറാൻ ഇപ്പോൾ ഇന്ത്യയെ കയറി ചൊറിയാൻ വരുന്നു എന്നാണ് തോന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? തോന്നുന്നു. കാരണം ഇന്നലെ നബിദിനായിരുന്നല്ലോ. അപ്പോൾ ഇറാൻ്റെ ആത്മീയ തലവൻ അയത്തുള്ള അലി ഖമേനി എക്സിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ലോകത്ത് പലയിടത്തും മുസ്ലിം ഉമ്മത്തിന് നേരെ ഭീഷണികൾ ഉണ്ടാകുന്നു, പ്രത്യേകിച്ച് ഇന്ത്യ, മ്യാൻമർ, ഗസ തുടങ്ങിയിടങ്ങളിൽ. അപ്പോൾ ഇതിനെ കണ്ടിൽ നിന്ന് അടിച്ചാൽ നമ്മൾ മുസ്ലിങ്ങളല്ലാതായി മാറുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇറാനും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അപ്പോൾ നേരത്തെ മരിച്ച റൈസി ഉണ്ടല്ലോ, അവരുടെ പ്രസിഡന്റ്, ആയിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്തും എക്കാലത്തും ഇപ്പം നിലവിലും ഇറാനുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്. നമുക്ക് അവിടെ ഒരു തുറമുഖമൊക്കെ നമുക്ക് തന്നു, ചാബഹാർ തുറമുഖമൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മതത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇവർ ഇന്ത്യക്കിട്ട് കയറി ചൊറിയും. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ മറുപടി കൊടുത്തു, ആദ്യമേ നിങ്ങളുടെ നാട്ടിൽ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നോക്കുക, എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് നമ്മുടെ വിദേശകാര്യ വകുപ്പ് തൽക്ഷണം മറുപടി കൊടുത്തു. കാരണം ജയശങ്കർ എന്ന് പറഞ്ഞ അതിസമർത്ഥനായ വിദേശകാര്യമന്ത്രി, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല വിദേശകാര്യമന്ത്രിമാരിൽ ഒരാളാണ്. ഇപ്പോൾ നേരത്തെ ദീർഘകാലം വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു. രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാക്കിയത്. അതിനുശേഷം വളരെ സൗമ്യനായി, വളരെ പ്ലീസിംഗായി, എല്ലാവരോടും വളരെ ഫ്ലെക്സിബിളായി പെരുമാറുന്ന നമ്മുടെ സർക്കാരിലെ ഏറ്റവും നല്ല മികച്ച മന്ത്രിയാണ്, ഒരു അറ്റയറുള്ള ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും വസ്ത്രധാരണവും ഒക്കെ അങ്ങനെ തന്നെയാണ്. അദ്ദേഹം വളരെ പ്ലീസിംഗ് ആണ്. എന്നാൽ പറയേണ്ട കാര്യങ്ങൾ കാച്ചി കുറുക്കി മർമ്മഭേദിയായിട്ട് പറയുകയും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് നോക്കിയാൽ മതിയെന്ന്. അപ്പം നമ്മൾ ഇറാനിലേക്ക് നോക്കണം. ഇറാനിൽ ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല, ന്യൂനപക്ഷം എന്ന് പറയാം, സ്ത്രീകളും വേണം ന്യൂനപക്ഷമായിരിക്കാം, ആയിട്ട് കൂട്ടാം. നാട്ടിൽ അവരുടെ ഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ പോലെയാണ് സ്ത്രീകളുടെ അവസ്ഥ. അവിടെ ഒരു പെൺകുട്ടിയുടെ തലമുടി പുറത്ത് കണ്ടു എന്നും പറഞ്ഞ് ആ പെൺകുട്ടിയെ അതിഭീകരമായി തല്ലിക്കൊന്നു അവിടുത്തെ മത പോലീസ്. ഇപ്പോൾ അവിടുത്തെ പുതിയ പ്രസിഡന്റ് പെഷസ്ക്യാൻ പറഞ്ഞിട്ടുണ്ട്, മത പോലീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടപെടണ്ട. അദ്ദേഹത്തിൻ്റെ ഇലക്ഷന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ മതത്തിൻ്റെ പേരിലുള്ള മത പോലീസിൻ്റെ ഇടപെടലുകളെ അദ്ദേഹം എതിർക്കുന്നു നിലപാടെടുത്ത ആളാണ് അദ്ദേഹം. ഇപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്ത് സംഭവിക്കും, കാരണം ഖമേനിക്ക് അപ്പുറത്തല്ല പ്രസിഡന്റ് അവിടെ. അതായത് ഖമേനി ഇപ്പോൾ പറയുന്നത് ഗസയിൽ എന്താ സംഭവിക്കുന്നത്, ഗസയിൽ ഹമാസ് കയറിയിട്ട് ഇസ്രയേലിൽ ആക്രമണം നടത്തി, ഇസ്രയേൽ തിരിച്ചടിക്കുന്നു. ഹമാസ് എന്ന് പറയുന്നത് നിരന്തരം അവർക്ക് ഭീഷണിയാവും. ഇനി അവരുടെ രാജ്യത്തിന് സുരക്ഷിതമായി ജീവിക്കണമെങ്കിൽ ഈ പന്നികളെ ഇല്ലാതാക്കണം. അങ്ങനെയല്ലേ നമ്മൾ വിളവെടുപ്പ് കൃഷി ചെയ്യുന്നു, വിളവ് നശിപ്പിക്കാൻ പന്നി വന്നാൽ ഒരു പന്നിയെ കൊന്നിട്ട് കാര്യമില്ല, പന്നികളെ കൂട്ടത്തോടെ ഇല്ലാതാക്കിയിട്ടേ കാര്യമുള്ളൂ. അതുപോലെയാണ് സ്വന്തം ജനതയെ രക്ഷിക്കാൻ വേണ്ടി ഹമാസ് എന്ന അവസാനത്തെ ഭീകരവാദിയെ പോലും പെറുക്കുന്നതുവരെ, പെറുക്കിയെടുത്ത് തീർക്കുന്നവരെ ഞങ്ങൾ ഈ യുദ്ധം തുടരുമെന്നാണ് ഇസ്രയേൽ പറയുന്നത്. അതുകൊണ്ടാണ് യുദ്ധം നീണ്ടുപോകുന്നത്. പരമാവധി അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്, സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്, കള പറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനത്തെ കളയും പറിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കാരണം വ്യക്തമാണ്. ഇനി ഇവിടെ എന്താ, മ്യാൻമറിൽ റോഹിംഗ്യൻസ് എന്ന് പറയുന്ന തീവ്രവാദികൾ അറാക്കൻ ആർമി എന്ന് പറഞ്ഞുള്ള വിമത സേന ഉണ്ടാക്കി അവിടുത്തെ സമാധാനകാംക്ഷികളായ ബുദ്ധമത വിശ്വാസികളാണ്. ബുദ്ധമതക്കാർ ആരെയും കൊല്ലാനും തല്ലാനും ഒന്നും പോയിട്ടില്ല. അവരെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അവർ ആട്ടി ഓടിച്ചിട്ടുള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു ശ്രീബുദ്ധൻ്റെ ഒരു ചിത്രം കണ്ടു. ആ ചിത്രം കണ്ടപ്പോൾ എൻ്റെ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ഇത് വാങ്ങിച്ചു അല്ല, എനിക്കൊരു ശ്രീബുദ്ധൻ്റെ ഒരു ചിത്രം ആ സുഹൃത്ത് തന്നു, സമ്മാനമായിട്ട് തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊള്ളാം, നല്ല പടമാണല്ലോ, ഞാനിത് വീട്ടിൽ കൊണ്ടുവെക്കും. അപ്പോൾ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് ബുദ്ധൻ്റെ ചിത്രമൊക്കെ ഇഷ്ടമാണ്, പക്ഷേ വീട്ടിൽ വെക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തേ കാര്യം? അല്ല, ബുദ്ധൻ ആണ് ഇന്ത്യയുടെ ധൈര്യം, ആത്മാഭിമാനം ചോർത്തിക്കളഞ്ഞത്. ശരിയാണ്, ബുദ്ധൻ സമാധാനമായിട്ടിരിക്കാനാണ് പറഞ്ഞത്. എന്തു വന്നാലും നമ്മൾ അനുഭവിക്കുക, സഹനമാണ് ബുദ്ധൻ്റെ മാർഗം. എന്നിട്ട് ബുദ്ധൻ വിഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ എവിടെയാണെന്നറിയോ? മലകളുടെ മുകളിലാണ്. അക്രമികളെ പേടിച്ച് മലകളുടെ മുകളിലാണ് ബുദ്ധവിഹാരങ്ങൾ. എവിടെ ചെന്ന് നോക്കിയാലോ, ഇപ്പോൾ ലഡാക്കിലും ലേയിലും ഒക്കെ ചെന്ന് നോക്കി അറിയാം. എല്ലാ ബുദ്ധക്ഷേത്രങ്ങളും ബുദ്ധവിഹാരങ്ങളും ഇരിക്കുന്നത് അത്യുന്നതമായ മലകളുടെ മുകളിലാണ്. അപ്പോൾ ഈ നമ്മുടെ ഒരു ക്ഷാത്രവീര്യം ചോർത്തിക്കളഞ്ഞതിൽ ബുദ്ധമതത്തിന് വലിയ പങ്കുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെയുള്ള ഈ ക്ഷാത്രവീര്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ബുദ്ധമതക്കാരെ കൊണ്ട് മ്യാൻമറിൽ ആയുധം എടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയും, ഈ കടിക്കാത്ത പട്ടിയുടെ അണ്ണാക്കി കോലിട്ട് കുത്തി കടിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ മ്യാൻമറിൽ സന്യാസിമാരെ അവസാനം ആയുധം എടുത്ത് മുമ്മാരെ ഓടിക്കേണ്ടി വന്നു. ആ റോഹിംഗ്യൻസ് അവിടെ എന്താ രീതിയുണ്ട്, അവിടെ ജനതയ്ക്ക് വേണ്ടി ഭീഷണിയായി, അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെപ്പോൾ അവർ പ്രതിരോധിച്ചു. അതിനെയാണ് ഈ ഖമേനി എന്ന് പറയുന്ന തലയെക്കെട്ടുകാരൻ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായിട്ട് പറഞ്ഞു. മുസ്ലിങ്ങൾക്ക് സാധാരണ എല്ലാ മനുഷ്യനുള്ളതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ, അവകാശങ്ങളും.
അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ എല്ലാ ലോകത്തെമ്പാടും മുസ്ലിങ്ങൾ അവകാശപ്പെടുന്നത് ഞങ്ങളൊരു പ്രത്യേക ക്ലാസ്സാണ്, ഞങ്ങൾക്ക് നിങ്ങൾക്കാർക്കും ഇല്ലാത്ത അവകാശ അധികാരങ്ങൾ വേണമെന്ന് ശഠിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ നോക്കിയാൽ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ് ഞങ്ങൾ, നിങ്ങളെപ്പോലെയല്ല, ഞങ്ങൾ വേറെ ആണ്, മനുഷ്യകുലത്തിൽ തന്നെ ഒരു എലീറ്റ് ക്ലാസ് ആണെന്നൊക്കെ ഭാവിച്ചു വന്നാൽ എല്ലാവരും ഒന്നും അംഗീകരിച്ച് കൊടുക്കാനൊന്നും പോകുന്നില്ല. ഇതാണ് മ്യാൻമറിലെയും ഗസയിലെയും കാര്യം. ഇന്ത്യയിൽ എന്താ പ്രശ്നം? ഇന്ത്യയിൽ എവിടെയാണ് മുസ്ലിങ്ങളെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്നത്? ഇന്ത്യയിൽ എവിടെയാണ് മുസ്ലിങ്ങളെ പട്ടിണിക്കിടുന്നത്? ഇന്ത്യയിൽ എവിടെയാണ് മുസ്ലിങ്ങളെ കൂട്ടത്തോടെ പിടിച്ച് ജയിലിലിടുന്നത്? പിന്നെ കള്ളക്കടത്ത് നടത്തിയാൽ, മയക്കുമരുന്ന് നടത്തിയാൽ, രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയാൽ രാജ്യത്തെ നിയമം അനുസരിച്ച് പിടിച്ച് ജയിലിലിടും. അതല്ലാതെ ഇന്ത്യയിൽ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഇറാൻ എന്ന് പറയുന്ന ഷിയകളുടെ നാടല്ലേ? ഇറാനും ഇറാഖും കൂടെ എത്ര വർഷം യുദ്ധം ചെയ്തു? വർഷങ്ങളോളം യുദ്ധം ചെയ്തു. കാരണം ഇറാഖ് സുന്നിയാണ്. സുന്നികളും ഷിയകളും തമ്മിൽ ലോകത്തെവിടെയും കണ്ടാൽ തമ്മിൽ വെട്ടിക്കൊല്ലും. എന്നാലോചിച്ച് നോക്കൂ, ഷിയാകളുടെ രാജ്യമായ ഇറാനിൽ സുന്നികളുടെ അവസ്ഥ എന്താ? അഹമ്മദീയരുടെ അവസ്ഥ എന്താ? ന്യൂനപക്ഷങ്ങളെ. അപ്പോൾ സ്വന്തം ഇത് നേരെ സുന്നി ഭൂരിപക്ഷം ഉള്ളിടത്ത് തന്നെയാണ്. ഷിയയ്ക്ക് നേരെ ഷിയ, അഹമ്മദിയ, ഹിന്ദുക്കൾ എല്ലാം. ബംഗ്ലാദേശിലെ ഇപ്പോൾ കഥ നമുക്കറിയാമല്ലോ, പാകിസ്ഥാനിലെ അവസ്ഥ അറിയാമല്ലോ. ക്രിസ്ത്യാനിയാണേലും ഹിന്ദു ആണേലും യഹൂദനാണേലും അവരെ ന്യൂനപക്ഷങ്ങളെ കിട്ടിയ കശാപ്പ് ചെയ്യാന്നുള്ള പോളിസി വെച്ചുകൊണ്ടിരിക്കുന്ന ഡാഷന്മാരാണ്. ഇപ്പോൾ നമ്മളോട് ഇന്ത്യയോട് വന്നിട്ട് ഇന്ത്യ ഈ മുസ്ലിം ഉമ്മത്തിനെതിരെ പ്രവർത്തിക്കുന്ന കണ്ടില്ലെന്നുണ്ട്. ഇയാൾ കാണണ്ടേ? ഈ തലക്കെട്ടുകാരൻ പറഞ്ഞ ആര് കേൾക്കുന്നത്? കാരണം അവിടുത്തെ എന്തൊക്കെയാണെങ്കിലും പറഞ്ഞ് അവരുടെ പ്രസിഡന്റിന് ഇയാളുടെ ഈ നിലപാടുകളുണ്ട്. റൈസി എന്ന് പറഞ്ഞ അവരുടെ മാന്യനായ പ്രസിഡന്റിന് ഇയാളുടെ നിലപാടുകൾ കാരണം അരുങ്കുലയ്ക്ക് കൊടുത്തു. അതെ, അങ്ങനെ തന്നെ പറയണം. ഇയാളെടുക്കുന്ന ഷാ വരെ ഭരിച്ചിരുന്ന കാലത്ത് ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമായിരുന്നു. അവിടെ മതം എന്ന് പറഞ്ഞ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് മതമെന്നുള്ള മയക്കുമരുന്ന് കഴിച്ച കുറേ ഖൊമേനിമാരും ഒക്കെ വന്നതിന് ശേഷം ജനങ്ങളുടെ പൗരാവകാശങ്ങളെല്ലാം നിഷേധിച്ചു. ഒന്ന് പഴയ ഇറാനിയൻ സിനിമ കേട്ടോ, ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമയായിരുന്നു ഇറാനിയൻ സിനിമ എന്ന് പറഞ്ഞപ്പോൾ. കൊറിയൻ സിനിമ എന്നൊക്കെ പറയുന്ന ലോകത്തിലെ ക്ലാസ് സിനിമകളായിരുന്നു ഇറാനിയൻ സിനിമ. അന്നത്തെ സിനിമകളൊക്കെ കണ്ടാലറിയാം ഇറാനിലെ മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്. മനുഷ്യൻ്റെ എല്ലാ അവകാശങ്ങളും നിഷേധിച്ച് അവനൊരു തലമുടി പുറത്ത് കണ്ടാൽ പോലും തല്ലിക്കൊല്ലുന്ന ഒരു കിരാത ഭരണം നയിക്കുന്ന അതിൻ്റെ തലവനായ ഈ ഖമേനി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ പറയുകയാണ് ഇന്ത്യ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന രാജ്യമാണെന്ന്. ഒരു കാലത്ത് സ്ത്രീകളൊക്കെ വളരെ സ്വാതന്ത്ര്യത്തോടെ നടന്നതാണ്, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സും ഒക്കെ ഇട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് തലമുടി പോലും പുറത്ത് കാണാൻ പാടില്ല. ഇതിപ്പോൾ പക്ഷേ വേറെ കാര്യമുണ്ട്. ഇറാനിന് ഇതിനു മുമ്പും, അതായത് ഷഹബാസ് ഇതുണ്ടല്ലോ ഷെറീഫ്, പാകിസ്ഥാനിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫും നമ്മുടെ മരിച്ചുപോയ ഇബ്രാഹിം റൈസിയും കൂടെ ഇറാൻ്റെ പ്രസിഡന്റ് ഒരു മീറ്റിംഗ് ഒരുമിച്ചൊരു സംയുക്ത മീറ്റിംഗ് നടത്തിയിരുന്നു. മീറ്റിങ്ങിന് ശേഷം അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. കാശ്മീരിൻ്റെ ഭാഗധേയം രണ്ട് രാജ്യങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ചർച്ച ചെയ്യണം. എന്നിട്ട് അവിടെ ജനങ്ങളുടെ ഹിതമനുസരിച്ച് അന്താരാഷ്ട്ര നിയമങ്ങളനുസരിച്ച് തീരുമാനിക്കണം. കാശ്മീർ ഇന്ത്യയുടേതാണ്. ഇന്ത്യയുടെ അനിവാര്യമായ അവിഭാജ്യ ഭാഗമായ കാശ്മീരിനെ കുറിച്ച് നമ്മളെന്തിനാ വല്ലവരോടും പോയി ചർച്ച ചെയ്യുന്നത്? പാകിസ്ഥാൻ അവനോട് ചർച്ച ചെയ്യണമെന്ന് ഈ റൈസി പറഞ്ഞിട്ടുണ്ട്. റൈസി പറഞ്ഞിട്ടുണ്ട്. ഷഹബാസ് ഷെറീഫിനെ കണ്ടിട്ട് ഷെറീഫും ഇയാളും കൂടെ ഇറങ്ങിയ ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ളപ്പോൾ തന്നെ പറഞ്ഞിരുന്നു പാകിസ്ഥാന്റെ കാര്യത്തിൽ പാകിസ്ഥാനുമായി നമ്മൾ ചർച്ച ചെയ്ത് കാശ്മീരിൻ്റെ കാര്യത്തിൽ തീരുമാനിക്കണം. ചർച്ച ചെയ്താൽ മാത്രം പോരാ, അവിടുത്തെ ജനങ്ങളുടെ ഹിതമനുസരിച്ച്. കാരണം അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷത്തിലും ഒരു നല്ല വിഭാഗം പാകിസ്ഥാനോടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഹിതമനുസരിച്ച് പാകിസ്ഥാനുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യണം. നമ്മുടെ സ്വന്തം വീട് അപ്പുറത്തെ ഒരു അവകാശവും ഇല്ലാത്ത അയൽക്കാരൻ നോക്കവകാശം മാത്രമുള്ള ഒരുത്തരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ട് അവന് കൊടുക്കണോ നമ്മൾ എടുക്കണോ തീരുമാനിക്കണമെന്ന് പറയുന്നത് ഈ റൈസി ആരാ? അപ്പോൾ നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ളപ്പോൾ പോലും ഇവർ ഈ മുസ്ലിം സാധനം വരുമ്പോൾ ഇവർക്കൊരു ചെറിയ മമത അങ്ങനെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഒരു വൈരുദ്ധ്യം വേറെയുണ്ട്. ഇപ്പം ഇറാനും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ട്. അവിടെ ഇറാൻ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനിട്ട് വെടിവെക്കുന്നുണ്ട്. അതിന് കുഴപ്പമില്ല. അതുണ്ട്. കാരണം അപ്പോൾ അത് വരുമ്പോഴത്തേക്കും പാകിസ്ഥാൻ സുന്നി ഇവർ ഷിയായുമാണ്. അപ്പോൾ ഇങ്ങനെ ഈ വളരെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു കാലാവസ്ഥ ഇവരുടെ ഇടയിലുണ്ട്. ഇവർ പറയുന്നത് എന്താണെന്നറിയില്ല, ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഖമേനിയെ സംബന്ധിച്ചിടത്തോളം ഖമേനിക്കിപ്പം ഈ പണ്ട് നമ്മുടെ ഈ റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ 25-30 വർഷം പഴക്കമുള്ള ഹെലികോപ്റ്ററാണ്. അതിൻ്റെ നട്ടും ബോൾട്ടും പോലും മേടിക്കാൻ ഇവരുടെ കാശില്ല. അങ്ങനെ പഴഞ്ചൻ ഹെലികോപ്റ്ററിൽ പോയപ്പോഴാണ് ഇനി ഇസ്രായേൽ പണി കൊടുത്തതാണെന്ന് അറിയത്തില്ല. എന്തായാലും റൈസി തട്ടിപ്പോയി. പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് നല്ല ബന്ധമുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് ശൈഥില്യമുണ്ടാക്കാൻ
ഈ മതത്തലവൻ ശ്രമിക്കുകയാണ്. അപ്പോൾ റെയ്സിയായിട്ട് നമുക്ക് നല്ല ബന്ധമായിരുന്നു. പെഷസ്കിയാൻ എന്ന് പറഞ്ഞ പുതിയ പ്രസിഡന്റ് വന്നിരിക്കുന്നു. അയാളും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം തുടരാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഈ മതക്കോടാലി എവിടെ ഇരുന്നിട്ട് ഇളക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം അവിടെ അധികാരം മുഴുവൻ മേധാവിയുടെ കയ്യിലാണെന്നൊരു സങ്കല്പമുണ്ട്. പക്ഷേ സമീപകാലത്ത് വരുന്ന പ്രസിഡന്റുമാർ സ്വതന്ത്രമായ നിലപാടെടുത്ത് അവരത്രയ്ക്കൊന്നും മതമേധാവിയെ വകവയ്ക്കുന്നില്ല. പെഷസ്കിയാൻ ഇപ്പം തന്നെ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അങ്ങനെ ഈ ഹിജാബിൻ്റെ പേരിൽ അങ്ങനെ കടുംപിടുത്തം പിടിച്ച് പോലീസ് ഇടപെടുന്നതൊന്നും വേണ്ട എന്ന് പെഷസ്കിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ ഖമേനിയുടെ ഈ പ്രസ്ഥാനം വരുന്നത്. അപ്പോൾ പ്രസിഡന്റ് അങ്ങനെയൊന്നും കളിക്കണ്ട, ഞാനാണ് രാജ്യാന്തര കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന അഭിപ്രായം പറയുന്നത് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം കൂടി ഉണ്ടാവുക. അപ്പോൾ ഇറാനിൽ ഈ അലി ഖമേനിയും അയത്തുള്ള അലി ഖമേനിയും പുതിയ പ്രസിഡന്റും തമ്മിൽ മതമാണോ മതഭരണകൂടമാണോ എലക്റ്റഡ് ഭരണകൂടമാണോ ശരി, ജനാധിപത്യം എന്ന് പറയാൻ പാടില്ല, ശരി എന്ന തരത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമാണോ യഥാർത്ഥ പവർ സെൻറ്റർ എന്നതിലൊരു തർക്കം നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇത് ഉളവാക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യക്കെതിരെ അയത്തുള്ള ഖമേനി നടത്തിയ പരാമർശത്തിന് ഇന്ത്യ ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. അതിന് രാഷ്ട്രമെന്ന നിലയിൽ ഇറാൻ്റെ പ്രതികരണം വന്നിട്ടില്ല. കേന്ദ്രമന്ത്രി അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രി മറുപടി കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രമെന്ന നിലയിൽ ഈ ഖമേനി എന്ന് പറഞ്ഞ അലവലാതിയല്ല മറുപടി പറയേണ്ടത്. അയാളാര് രാജ്യാന്തര അവിടെ ഒരു പ്രസിഡന്റുണ്ട്, അങ്ങനല്ലേ? നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവിടുത്തെ ഏതെങ്കിലും സന്യാസിയാണ് മറുപടി പറയേണ്ടത്. അല്ല, ഖമേനി പറഞ്ഞത് അതിൻ്റെ വഴിക്ക് പോകും. ഇനി മറിച്ച അഭിപ്രായം ഉണ്ടെങ്കിൽ പെഷസ്കിയാൻ പറയും. അപ്പോൾ ഇന്ത്യയുടെ നിലപാടും പറയും. പിന്നെ ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ഒരു നല്ല സഖ്യകക്ഷിയാണ് ഇന്ത്യ. അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇറാനിലെ എലക്റ്റഡ് ഗവൺമെൻറ് ശ്രമിക്കില്ല. അപ്പോൾ എലക്റ്റഡ് ഗവൺമെൻറ് ഒന്നും വേണ്ട, ഇനി ഭരണം സമ്പൂർണ്ണ മതഭരണം മതി എന്നുള്ള അയത്തുള്ള അലി ഖമേനിയുടെ ഒരു അജണ്ടയുടെ ഭാഗമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ വലിയ താമസമില്ലാതെ ഒന്നെങ്കിൽ ഖമേനി അല്ലെങ്കിൽ പെഷസ്കിയാൻ്റെ കാര്യത്തിൽ അവിടെ തീരുമാനമാകും. രണ്ടിലൊന്നേ അവിടെ ഉണ്ടാവത്തുള്ളൂ അവരുടെ രീതി അനുസരിച്ച്. ഏതായാലും ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. ഇന്ത്യ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഒരു കൗണ്ടർ റിപ്ലൈ എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.